ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാപ്പ് എന്ന മലയാളം പാഠഭാഗമാണ്. ഇത് എഴുതിയത് വെള്ളത്തോൾ നാരായണ മേനോൻ. മിസ് വെള്ളത്തോൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ. വെള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇതിൽ ഈ മാപ്പ് എന്ന് പറയുന്നത് സോറി അല്ലേ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ സോറി എന്നല്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോ പെട്ടെന്ന് സോറി എന്ന് നമ്മൾ സംസാരിക്കലുള്ളൂ. അപ്പോൾ മാപ്പ് നമ്മൾ ആരോടാണ് മാപ്പ് പറയേണ്ടത്, എന്താണ് ഈ മാപ്പ് എന്നുള്ള ഈ ഒരു ഇതിൽ എന്താ അതിൽ അർത്ഥമാക്കുന്നത്, ഇപ്പോഴത്തെ ഒരു പുതിയ ഈ ഒരു തലമുറയോട് നമ്മുടെ വെള്ളത്തോൾ നാരായണ മേനോൻ എന്താണ്, നമ്മുടെ കവിക്ക് എന്താണ് പറയാനുള്ളത്, പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്. ഓരോ പാഠത്തിലും ഒരു കവി പ്രധാനമായി എന്ത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും, മെസ്സേജ് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതായിരിക്കും അതിൻ്റെ ഉള്ളടക്കം. അതായത് സമൂഹത്തിനോട് എന്തോന്ന് പറയാനുണ്ടാവും കവിക്ക്. അതാണ് അവിടെ കവിതയായിട്ട് നമ്മൾ വായിക്കുന്നതും നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അല്ലേ. അതിലൊരു മെസ്സേജ് ഉണ്ടാവും, ഒരു ഗുഡ് മെസ്സേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മാപ്പ് എന്ന കവിത മിസ് ഒന്ന് വായിക്കുക. പ്രധാനമായും ഈ ജസ്റ്റ് അതിന് കണ്ടന്റ് ഒന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു തീവണ്ടി സ്റ്റേഷൻ അല്ലേ, ഒരു സ്റ്റേഷനാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. മീൻസ് കാണുമല്ലോ, വിഷ്വൽസ് ഉണ്ടാവുമല്ലോ, എന്താണ് മാപ്പ്. അപ്പോൾ അതിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളെ ടെക്സ്റ്റ് നിങ്ങൾക്ക് തുറന്നാൽ കാണാൻ പറ്റും. ഒരു തീവണ്ടി തീവണ്ടീൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. തീവണ്ടി വന്ന് നിൽക്കുമ്പോൾ അവിടെ യാത്രക്കാർ കിടക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും. ചിലപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്താ വരിക, ഓരോരുത്തർ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കൊട്ടയ്ക്കായിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റ് എടുത്ത് ഓടുക, ആൾക്കാർ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പിടിക്കാൻ യാത്രക്കാർ ഓടുക, കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു, കുറച്ച് ആൾക്കാർ വെയിറ്റിംഗ് പാസേജിലുണ്ടാവും, കുറച്ച് ആൾക്കാർ കിടന്നുറങ്ങുന്നവരുണ്ടാവും, അല്ല ചിലപ്പോൾ നിലത്ത് കിടന്നുറങ്ങുന്നവരുണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ പറയുന്നത് മാപ്പ് എന്ന കവിതയിൽ നമ്മുടെ കവി നമുക്ക് കാണിച്ചു തരുന്നത് ഒരു മനുഷ്യരൂപം റെയിൽവേ സ്റ്റേഷനിൽ അത്രക്കും നിസ്സഹായനായിട്ട് മെലിഞ്ഞ് നീണ്ട ഒരു രൂപം, ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ആ മനുഷ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാപ്പ് എന്ന് പറയുന്ന ഒരു കവിത മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം മിസ് ഇതൊന്ന് വായിക്കാം. ഓക്കെ, എന്താണ് നോക്കാം. മാപ്പ്. തീവണ്ടി യാപ്പീസിലെ അനേക മട്ടമായി തിളങ്ങുന്നു യാത്രാദ്യ തരാം ജനങ്ങൾ, ഒറ്റയ്ക്ക് ഒരാള അരങ്ങൊഴുക്കുമുക്കിൽ മലർന്നുമായി നീണ്ടു കിടന്നിരുന്നു. ഞരമ്പ് എന്നിൽ ചേർത്തു വെച്ച് ചുളിഞ്ഞ തോൽ കൊണ്ടത മൂടിയാൽ ആളെന്ന പോരായതിനൊക്കുമേ ഒരാളു താനാ ഗുളികതാം ജ്യേഷ്ഠൻ. ഓക്കെ, ചേഷ്ടൻ ആട്ടോ. ചേഷ്ട എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ആംഗ്യവിക്ഷേപത്തിനാണ് നമ്മൾ ചേഷ്ട എന്ന് പറയാം അല്ലേ. ചേഷ്ട എന്താ, ചേഷ്ട എന്നുള്ളതിൻ്റെ അർത്ഥം ചേഷ്ട. ചേഷ്ട എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ആംഗ്യ വിക്ഷേപങ്ങളോട് കയ്യും കാലൊക്കെ അനക്കി വർത്താനം പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചേഷ്ട എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഈ മാപ്പ് എന്ന കവിതയുടെ ആരംഭത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്, പല ദിക്കുകളിലേക്ക് പോകാൻ തിരക്കിടുന്ന യാത്രക്കാർ തിങ്ങിയ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കാണിച്ചുകൊണ്ടാണ് ഈ കവിതയുടെ ആരംഭം. ചോദ്യം മാപ്പ്, നമ്മൾ ചോദ്യം ചോദിച്ച് അതിന് ആൻസർ കവർ ചെയ്യുമ്പോൾ നമ്മൾ എന്തും കണ്ടന്റ് ഇതിൽ ഫോളോ അപ്പ് ചെയ്ത് പോവും, നമ്മുടെ കവിതയും ഫോളോ അപ്പ് ചെയ്ത് പോവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ലെവലിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കാൻ പറ്റും, കവിതയുടെ കണ്ടന്റ് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ മാപ്പ് എന്ന കവിതയിൽ സൂചിപ്പിക്കുന്നത് എന്ത്, അത് പല ദിക്കുകളിലേക്ക് പോകുന്ന മനുഷ്യർ, പല ദിക്കുകളിലേക്ക് പോകാൻ തിരക്കിടുന്ന യാത്രക്കാർ അല്ലെങ്കിൽ മനുഷ്യർ തിങ്ങിക്കൂടി റെയിൽവേ സ്റ്റേഷന്റെ പരിസരം, നേരത്തെ മിസ് പറഞ്ഞല്ലോ, റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കവിതയുടെ ആരംഭം. മാപ്പ് എന്ന കവിതയുടെ ഉള്ളടക്കം എന്താണ് ഇതിൽ നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നേരിടുന്ന ഈ സാമൂഹിക അവസ്ഥയെപ്പറ്റി കവി പറയണം. ആ മനുഷ്യനെ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ കവികളും കവിയത്രികൾക്കൊക്കെ ഭയങ്കര സാഹിത്യവാസനായിരിക്കില്ല. അവർക്ക് പ്രതീകം ഒന്നിനോടൊന്ന് പോലെ ഉപമിച്ചിട്ടൊക്കെ ഇവരെന്ത് ചെയ്യുക, കവിതയൊക്കെ പറയാറ്. കുറച്ച് തീരേതില്ല നമ്മൾ കവിത വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം മിസ് ഇപ്പം ഈ ക്ലാസ്സിൽ പറയുന്നത് എന്താ, നമുക്ക് ഒരു ഒന്നിനോട് പോലെ എന്നുള്ള സാദൃശ്യം, അതിന് ഓരോ അലങ്കാരങ്ങൾ, കവിതയിൽ എന്ത് ഉപയോഗിക്കുന്നു കവികൾ, അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നു. അലങ്കാരം എന്ന് പറയുന്നത് എന്താണ്, ഉപമ, ഉൽപ്രേക്ഷ, ഇതൊക്കെ അലങ്കാരങ്ങളാണ്. ഓക്കെ, മഞ്ചരി നിങ്ങൾ കേട്ടിട്ടില്ലേ, മഞ്ചരി. പിന്നെ ഉൽപ്രേക്ഷ എന്താണ്, അലങ്കാരത്തിന് മിസ് വേറൊരു പാർട്ടിൽ മിസ് നമുക്ക് വേറൊരു കവിത പഠിച്ചപ്പോൾ അതിൽ അലങ്കാരം യൂസ് ചെയ്തിട്ടാണ് കവികൾ എഴുതാറ് പൊതുവെ. ഇതിൽ ഈ മനുഷ്യൻ, നമ്മളൊരു മനുഷ്യനെ എന്താ പറയുക, പ്രതീകവൽക്കരിച്ചോളൂ. അപ്പോൾ ഈ പ്രതീകവൽക്കരണം എന്നുള്ളതിന് ഉപമ എന്നാണ് അലങ്കാരം ഉപയോഗിക്കുന്നത്. മറ്റൊന്നിൻ ഉപമ, ഉൽപ്രേക്ഷ എന്ന് പറയുന്ന രണ്ട് അലങ്കാരങ്ങളാണ്. ഒന്നൊന്നിനോട് പോലെ എന്ന് പറയുന്ന അലങ്കാരമാണ് ഉപമ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമയാണ്. ഉൽപ്രേക്ഷ എന്ന് പറയുന്ന നെക്സ്റ്റ് പാരഗ്രാഫിൽ ഉൽപ്രേക്ഷ, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക
വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി. ഓക്കെ, അതാണ് മറ്റൊരു ഇതിന്. അത് സംസ്കൃത ശ്ലോകങ്ങളായിട്ട് വരുന്ന അലങ്കാരങ്ങളാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ നമുക്ക് പറയാനുള്ളത് മാപ്പ് എന്ന കവിതയുടെ ഉള്ളടക്കം എന്താണ് ഉള്ളടക്കം? ഒരു തീവണ്ടി ഓഫീസിൽ അല്ലെങ്കിൽ തീവണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യൻ, നിസ്സഹായനായ ഒരു മനുഷ്യൻ എല്ലും തോലുമായിട്ട് ആ റെയിൽവേ പരിസരത്ത് കിടക്കുന്ന ഒരു കാഴ്ച, അതെന്തിനാണ് പ്രതീകവൽക്കരിക്കുന്നത്? മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്താ പറയുക, മുതലാളിയുടെയും തൊഴിലാളികളുടെ ജീവിതാവസ്ഥ, ജനങ്ങളിൽ ആരുണ്ട്? തൊഴിലാളികളും മുതലാളികളുണ്ട്. അപ്പോൾ ഒരു തൊഴിലാളി, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം നേർരേഖയിൽ കാണിച്ചു തരാണ് കവി ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഈ ഒരു സമകാലീന ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക വിമർശനങ്ങൾക്കൊക്കെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു കവിതയാണ് ഇത് മാപ്പ് എന്ന കവിത. മിസ് അതൊന്ന് വായിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് ചേഷ്ട എന്നൊക്കെ പറഞ്ഞൊരു വരി വായിച്ചു. എന്താണ്? ആ മനുഷ്യന്റെ കൈയും കാലും അനങ്ങുന്നതാണ് പറയുന്നത്. ഒരു മനുഷ്യൻ തീവണ്ടി ആപ്പീസിൽ ജനങ്ങൾ ഒറ്റയ്ക്ക് മലർന്നു കിടന്നു നിന്നിരുന്ന ഒരു മനുഷ്യൻ, ചുളിഞ്ഞ തോൽ കൊണ്ടത മൂടിയ ചുളിഞ്ഞ തോലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. കൈച്ചീട്ട് വാങ്ങുവാൻ ഉടറാതെ നേരം നോക്കാതെ കിടന്നിനാൽ തീവണ്ടി ചെല്ലാത്തൊരിടത്തിലേക്ക് സായാസമവന്റെ യാനം കൺകുണ്ടിലായി കവിളൊട്ടി മൂക്ക് വളഞ്ഞ് വൈവർണം എന്ന വ്യക്തം ആ നിസ്സഹായൻ പരലോക പാന്തനാണെന്ന പേദാക്ഷം ഉച്ചരിച്ചു. ഓക്കെ, കവിളൊട്ടി മെലിഞ്ഞാണ് ആ മനുഷ്യന്റെ രൂപം. കുപ്പായമില്ല, കുടയില്ല, മാറാപ്പില്ല, വിരിപ്പില്ല, ചെരുപ്പില്ല, അദ്ദേഹത്തിനൊന്നുമില്ല. കറക്റ്റ് ഇതിൽ എന്താ പറയാ, വേറെ മനസ്സിലാവാത്ത വേർഡൊന്നല്ല കൊടുത്തത്. നമുക്ക് എന്നും നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം വേർഡാണ്. കുപ്പായമില്ല, കുടയില്ല, മാറാപ്പ് പറഞ്ഞാൽ കയ്യിലെടുക്കുന്ന ഒരു ഭാണ്ഡക്കെട്ടിനെയാണ് നമ്മൾ മാറാപ്പ് എന്ന് പറയുന്നത്. അതിലെന്തുണ്ട്? അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടോ? അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അത്യാവശ്യം സംഭവങ്ങളാണ് ആ മാറാപ്പിൽ ഉണ്ടാവും അല്ലേ. നമുക്ക് മാറാനും ഒരു പെട്ടെന്ന് യാത്ര പോകുമ്പോൾ ഒരു ഭാണ്ഡക്കെട്ട് കൈപിടിക്കും പണ്ടത്തെ ഒരു ആചാരപ്രകാരം. കാരണം ഇവർ ഏതെങ്കിലും റെസ്റ്റ് ഹൗസ് മീൻസ് വിശ്രമ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയും, അവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് ജസ്റ്റ് കുളിച്ച് മാറാനൊക്കെ നീണ്ട യാത്രകൾ ചെയ്യുമ്പോൾ ഇവർ ഉപയോഗിക്കുന്നതാണ് ഒരു മാറാപ്പ്. അതുമില്ല അയാളെ കയ്യിൽ. വിരിപ്പില്ല, വെറും നിലത്താണ് കിടക്കുന്നത്, ചെരുപ്പില്ല. ഈ ദീർഘയാത്ര അദ്ദേഹത്തിന് ഇറണ്ട കീറത്തുണി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പൈശാച തൃണക്കൊടി പെട്ടുങ്ങ പണിക്കു നിർത്തും മുതലാളി വർഗം ചെഞ്ചോര തീർന്ന് പെഴുതിട്ടെറിഞ്ഞ മനുഷ്യദേഹങ്ങളിലെത്രേ സുഖാമൃതം സൗര്യമർശിച്ചു ദിവ്യ സൗദയെ മരിപ്പു മുതലാളി തൻ വീരൻ. അയാൾക്കത് മുതലാളി, ഇയാളൊരു തൊഴിലാളി ആയിരിക്കാം. എന്താ പറയുന്നത്? ഒരുപക്ഷെ ഇയാളൊരു തൊഴിലാളി ആയിരിക്കാം എന്ന് കവി ഊഹിക്കുന്നു. മേലാൾക്കു പുര കെട്ട തോന്നി കൈ കഴച്ച് ഏതോ മരത്തിൽ പൊളിയാണവനും കിടന്നു ചാവാൻ അല്ലേ. പിന്നെന്താ പറയുന്നത്? അറപ്പ് മൂലം ചിലർ മാറി നിന്നാൻ അവന്റെ ഗന്ധം മലിനഗന്ധം, ചിലർക്കു ചിത്താർദ്രത കഷ്ടമേ എന്നൊറ്റ വാക്കിൽ ചെലവായിക്കൾ. ചിലർ കണ്ട ഈ പാവ മനുഷ്യൻ എന്താ അവിടെ കിടക്കുന്നത്, കഷ്ടം ആ ഒരു വേർഡിൽ കഴിഞ്ഞു പോവും. നോക്കി ചിരിച്ചു ചില ദേവകൽപ്പർ. ചില ആൾക്കാർ എന്ത് ചെയ്യും, നോക്കിയാ അയ്യേ എന്നാണ് പരിസരം മറന്ന് പരിഹസിച്ചിരിക്കുന്നവർ. അപ്പൊ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ അനലൈസേഷൻ, മറ്റുള്ളവർ അയാളോട് പെരുമാറുന്ന രീതി, ഒരാൾ ചിരിക്കുന്നു, ഒരാൾ പരിഹസിക്കുന്നു, ചില ആൾക്കാർ നോക്കി നിൽക്കുന്നു, സഹതാപം, അങ്ങനെ പല രൂപത്തിലാണ് മനുഷ്യർക്ക് അയാളോട് തോന്നുന്ന സിമ്പതി. മരിക്ക സാധാരണ നീ വിശപ്പിൽ ദഹിക്കലോ നമ്മുടെ നാട്ടിൽ മാത്രം, ഐക്യയക്ഷാത്തിലാണെങ്കിൽ ശവങ്ങൾ അടിഞ്ഞു ചുടുകാട്ടിൽ മാത്രം. അപ്പൊ ഇതിൽ ഇവിടെ പറയുന്നത് എന്താണ്? മുതലാളിയുടെയും തൊഴിലാളിയുടെയും ജീവിതാവസ്ഥകൾ തമ്മിലുള്ള താരതമ്യം ഇവിടെ കവി പറയുന്നു അല്ലെ. മാപ്പ് എന്ന കവിതയുടെ ഉള്ളടക്കം എന്താണ്? ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലൊരു ജീവിത സാഹചര്യങ്ങൾ, ഒരു സാമൂഹിക വിമർശനത്തോടെ കവിതയിലൂടെ അവതരിപ്പിക്കുന്നതാണ് മാപ്പ് എന്ന കവിത. അത് മാപ്പ് എന്ന കവിതയിലെ ഒരു കഥാപാത്രം ഒരു മനുഷ്യനാണ്, എല്ലും തോലുമായ ഒരു മനുഷ്യൻ. റെയിൽവേ സ്റ്റേഷൻ തീവണ്ടി ഓഫീസ് പണ്ട് പറയട്ടോ, തീവണ്ടി ഓഫീസിന്റെ ആ ഒരു പരിസരത്ത് കിടക്കുമ്പോൾ ആളുകൾ അയാളെ നോക്കി പരിഹസിക്കുന്നതും സഹതപിക്കുന്നതും പല രൂപത്തിലാണ് ആളുകളുടെ മെന്റാലിറ്റി അല്ലേ, പലരും. അപ്പൊ അയാളോട് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോഴത്തെ നമ്മൾ പറയുന്നത് ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വേടെന്താ ആറ്റിറ്റ്യൂഡ്, അയാളുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മാപ്പ് എന്ന കവിതയിൽ വെള്ളത്തോൾ പറയുന്നത്. കൂടാതെ ഇതൊരു സാമൂഹിക വിമർശനം കൂടിയാണ്, മറന്നു പോകരുത്. കാരണം തൊഴിലാളിയാണ് കിടക്കുന്നത്, മുതലാളിമാർക്ക് എന്തോ ആവാം എന്നുള്ള ചെറിയൊരു കണ്ടന്റ്, ഒരു മെസ്സേജും കൂടി തൊഴിലാളികളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം, പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ അന്തരം ഉണ്ടാവരുത് എന്നൊരു മെസ്സേജും കൂടി ഒരു മാപ്പ് എന്ന കവിതയിൽ വെള്ളത്തോൾ പറയുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗം വിട്ടയക്കുക എന്നുള്ളൊരു കവിതയാണ്. ഇത് ബാലാമണി അമ്മയുടെ കവിതയാണ്, വിട്ടയക്കുക. ഇതിലെ കണ്ടന്റ് കണ്ടോ, ആരെ വിട്ടയക്കാനാണ് കവിയത്രി കവിതയിൽ പറയുന്നത്? ഒരു കിളിയെ വിട്ടയക്കാനാണ് പറയുന്നത്. മാനവിക തലത്തിൽ പുതിയ ചിന്ത ഉയരുന്നത് എങ്ങനെ? ഈ ഒരു കവിതയെ ആസ്പദമാക്കി മാനവിക തലത്തിൽ പുതിയ ചിന്ത, അതായത് ഒരു എന്താണ് കനകം സ്വർണ്ണ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ കേട്ടിട്ടില്ല അല്ലേ. അതായത് ഒരു കിളിയെ സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു സ്വർണത്തിന്റെ കൂടാണെങ്കിൽ അവിടെ എന്താണ് ഇമ്പോർട്ടൻറ്റ്? സ്വാതന്ത്ര്യം. ആ കിളിക്ക് എന്ത് വേണമെന്നാ പറയുന്നത്? സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത് അല്ലേ. അല്ലാതെ സ്വർണ്ണക്കൂട്ടിൽ അടച്ചാലും കിളിക്ക് എന്ത് വേണം? സ്വാതന്ത്ര്യം കിട്ടാനാണ് കിളിക്ക് ഇഷ്ടം.
ഓക്കെ. അപ്പൊ വിട്ടയക്കുക എന്നുള്ളത് ബാലാമണിയമ്മ എഴുതിയാണ്. ഇതിലും ഉണ്ടാവും മാനവിക തലത്തിൽ പുതിയ ചിന്ത ഉയരുന്നത് എങ്ങനെയെന്നുള്ളത്. അതിന്റെ കണ്ടന്റ് ആണ്. മെസ്സേജ് എന്താ നോക്കാം നമുക്ക്. ജസ്റ്റ് മിസ് ഒന്ന് വായിക്കാം. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ. ഒരു കിളി പറയാണ്, എന്നെ ഒന്ന് വിട്ടയക്കാമോ, ഞാൻ വാനിൽ പറന്നു നടക്കട്ടെ. സുപ്രഭാതം അടുത്തുന്ന അബസിലേക്ക് മാമക വർഗ്ഗക്കാർ കൊച്ചു പക്ഷിയാ ഞാനോ തമസിൽ തന്നെയല്ലേ പുലർ വെളിച്ചത്തിലും. ഇവിടെ പുലർ വെളിച്ചം പുലരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇരുട്ടിലാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആ കാനനക്കൂട്ടിൽ, അതായത് ആ ഒരു ഇരുമ്പിന്റെ കൂട്ടിലാണ് നമ്മൾ കിളിക്ക് പുറത്തേക്ക് പറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാരണം ബന്ധനത്തിലാണ്, ഒരു കൂട്ടിലാണ് നമ്മുടെ കിളി ഉള്ളത്. മർത്യത്തൻ പരിലാളനെ ഒന്നും എൻ ഉൾത്തടത്തിനു ശാന്തിയെ നൽകിടാ, വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്ന് പാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ. എന്നെ ഒന്ന് വിട്ടയക്കാമോ, ഞാൻ ഈ വാനിൽ പാറിപ്പറക്കട്ടെ എന്ന് കിളി, അല്ലെങ്കിൽ ആ ചെറിയൊരു കുഞ്ഞിക്കിളി നമ്മളോട് പറയാണ്. കാരണം സ്വാതന്ത്ര്യമാണ് പ്രധാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. സ്വലത സമ്പത്തോ വലിയ ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റ് ജോലിയല്ല, സമ്പത്തോ നമ്മുടെ പൊസിഷനോ അങ്ങനത്തെ സംഭവം പ്രൊഫഷനോ ഒന്നുമല്ല, സ്വാതന്ത്ര്യം വേണം അല്ലേ. നെക്സ്റ്റ്, ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ എന്നെ എന്തിനിട്ട് അശ്രു സഞ്ചയമായി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. അതായത് ഭംഗിയേറിയ പൊന്നിൻ അടിപൊളി കൂടൊക്കെയാണ്, സ്വർണ്ണക്കൂടാണ്, പക്ഷെ എന്തിനാണ് എന്നെ ഇതിൽ കൊണ്ടയിട്ടതെന്നാണ് ചോദിക്കുന്നത്. ജീവരാശിയെ തട്ടി ഉണർത്തുമ്പോൾ ആശയാം പുഴു ഉള്ളിൽ കിടന്നിട്ട് ആശയത്തെ കരണ്ടു മുറിക്കുന്നു. അപ്പോൾ ആശയത്തെ കരണ്ട് മുറിക്കുന്നു പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യം ഇപ്പോഴൊക്കെ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാതന്ത്ര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യം ഇല്ലാത്ത കുറേ കാലഘട്ടത്തിൽ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നമ്മൾ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലം, നമ്മൾ ഇന്ത്യയെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ കവയിത്രി ബാലാമണിയമ്മ എന്നുള്ള കവയിത്രി ഇന്ത്യയെ ബേസ് ചെയ്തല്ല, പൊതുവെ ലോകത്ത് നടക്കുന്ന, ഭൂമിയിൽ പൊതുവെ നടക്കുന്ന ഒരു സംഭവമാണ് എന്ത് പറയുന്നത്. കാരണം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങളിലാണ്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എവിടെ ലോകത്ത് ഭൂമിയിൽ എവിടെ ആണെങ്കിലും സ്വാതന്ത്ര്യം എന്ത് തന്നെയാണ്? സ്വാതന്ത്ര്യത്തിന് പകരം സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. കാരണം ഒരു സ്വർണ്ണക്കൂട്ടിൽ അടച്ച ഒരു കിളിയുടെ മാനസികാവസ്ഥയാണ്